റൈറ്റ് സൈഡിൽ പാന്തേഴ്സ് കേവ് ഉണ്ട്. പാന്തേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ? പാന്തേഴ്സ് എന്ന് പറഞ്ഞാൽ പുലി. ലിറ്റിൽ ചൗക്കും കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്നത് ഓൺട്രി ഹിൽസിലേക്കാണ്. ഓൺട്രി ഹിൽസിലേക്ക് ഇവിടെ നിന്ന് എഗെയിൻ ഒരു 1.5 കിലോമീറ്റർ കൂടെ. പക്ഷെ അതുകൊണ്ട് ലൈറ്റിംഗ് അല്പം കൂടെ കറക്റ്റായിട്ടുണ്ട്. വാവ്, നമ്മൾ സൺറൈസ് കണ്ട് ഇനി നമ്മൾ പോണത് ലിറ്റിൽ ചൗക്ക് പോയിന്റ്. മൊത്തം 7 പോയിന്റ് ഉണ്ട് ഇവിടെ. എല്ലാം ഈ റൂട്ട് പോകാനാണ് വന്നത്. കുതിര വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നടന്നും പോകാം. കുതിര എടുക്കണമെങ്കിൽ ചിക്കിലി കൊടുക്കണം. അപ്പോൾ കാശ് കൊടുത്തുള്ള ട്രക്കിംഗ് താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങളെന്നാൽ പുതിയ കുറച്ച് കമ്പനി കിട്ടി അവിടെ ഉണ്ട്. സൺറൈസ് പോയിന്റിൽ വന്നപ്പോൾ ഒരു ഗുജറാത്ത് അഹമ്മദാബാദ് DASP റിട്ടയർഡാണ് പുള്ളിയായിട്ട് കുറേ സംസാരിച്ചു. അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അവരെല്ലാം കുതിരപ്പുറത്താണ് വന്നത് കേട്ടോ. എൻ്റെ ഫോട്ടോഗ്രാഫി സ്കില്ല് മുഴുവനും പുറത്തെടുക്കാൻ പറ്റിയില്ല. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ എടുത്തു കൊടുത്ത ഫോട്ടോസൊക്കെ ചെറിയ ചെറിയ നമ്പറുകൾ. തിക് ഫോറസ്റ്റ് ആണ് കേട്ടോ. അങ്ങോട്ട് കാട്ടിലേക്കാണ് നടക്കുന്നത് നമ്മൾ. അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് 2 ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയാണ് അവർക്ക് 2 ഫോട്ടോ എടുത്ത് കൊടുക്കും. ഒരു പുള്ളി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഫോട്ടോ എടുത്ത് പുള്ളിയുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെളിച്ചം വീണ്ടുണ്ടോ കേട്ടോ. രാവിലത്തെ പോലെ ഭീകരമല്ല. രാവിലെ നമ്മളെ കൂടെ സപ്പോർട്ട് വന്ന ജമ്പനെയും തുമ്പനെയും കാണാനില്ല. പക്ഷെ അത് വളരെ അവരവിടെ സെറ്റിലായി. നേരം വെളുത്ത് നമ്മുടെ ഡ്യൂട്ടി അതുവരെ ഉള്ളൂ, അവരുടെ ഡ്യൂട്ടി. കുറേ അങ്ങോട്ട് നടന്നപ്പോൾ 2 വഴിയുണ്ട്. എങ്ങോട്ടൊക്കെ പോകും. 7 പോയിന്റ് ഉണ്ടോ. അപ്പോൾ എന്തായാലും ലെഫ്റ്റും റൈറ്റും പോയിന്റ്. ലിറ്റിൽ ചൗക്ക് ലെഫ്റ്റാണ്, ചൗക്ക് പോയിന്റ് ലെഫ്റ്റാണ്. റൈറ്റ് സൈഡിൽ പാന്തേഴ്സ് കേവ് ഉണ്ട്. പാന്തേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമോ? പാന്തേഴ്സ് എന്ന് പറഞ്ഞാൽ പുലി. 1.1 കിലോമീറ്റർ പാന്തേഴ്സ് പോയിന്റ്. ഒളിമ്പിയ റേസ് കോഴ്സ് ഉണ്ട്. നമുക്ക് പാന്തേഴ്സ് പോയിന്റിൽ പോയിട്ട് വരാം. ആദ്യം നമ്മൾ ലിറ്റിൽ ചൗക്ക് പോവാം. ശിവാജി ലാഡർ, ഓൺട്രി ഹിൽ പോയിന്റ്. അപ്പോൾ ഇത് ആദ്യം എക്സ്പ്ലോർ ചെയ്യാം. ഏതാണ് ഓൺട്രി ഹിൽ പോയിന്റ്? അത് 2.2 കിലോമീറ്റർ ഉണ്ട്. അത് നോക്കാം. നമുക്ക് പോയിട്ട് തിരിച്ച സമയമുണ്ടല്ലോ. നമ്മൾ നേരം വെളുത്തില്ലുള്ളൂ. നമുക്കൊരു 10 മണിക്ക് റൂമിലെത്തുന്ന രീതിയിൽ പ്ലാൻ. നടന്നെത്തിയപ്പോൾ കുറച്ച് മൺപുറ്റുകളാണ്, ചെതൽപുറ്റ്. വാൽമീകി വന്ന് തീർന്നേൻ. അമ്മച്ചി, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എയർ പൊല്യൂഷൻ ഇല്ലാത്ത. ഒരു പ്രശ്നം നമ്മൾ 2 മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ആരും എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. അതേ, ചുറ്റും കാടാണ്. കണ്ടില്ലേ, ചുറ്റും കാടാണ്. ഒരു കാട്ടിനകത്തൂടെ പേടിയൊന്നും തോന്നില്ല കേട്ടാ. കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. മഹാരാഷ്ട്രയിലുള്ള ഏതോ ഒരു കുന്നിൻ്റെ മുകളിലാണ്. എന്നാലും ഉള്ളിൽ ചെറിയ ഭയമുണ്ട്. അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വളരെ ഹോസ്പിറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. വളരെ സ്നേഹസമ്പന്നരായ ആൾക്കാരാണ്. ഞങ്ങൾ കണ്ടവരെല്ലാം. അവർക്ക് അവരുടെ ഈ നാടിനെ പറ്റി ഭയങ്കര അഭിമാനമാണ്. പൊല്യൂഷൻ ഇല്ലാത്ത ഇവിടെ ജീവിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ അഭിമാനമായിട്ട് കാണുന്ന കുറേ ജനങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സംസാരിക്കുന്ന എല്ലാവരും നമ്മുടെ അത്രമാത്രം കെയർ ചെയ്താണ് സംസാരിക്കുന്നത്. ബിസിനസ്സാണ് എല്ലായിടത്തും. എന്നാൽ പോലും മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ച് വരുമ്പോൾ നല്ല ഡീലിങ്സ് ആണ് ആൾക്കാർ. ഇതാണ് ലിറ്റിൽ ചൗക്ക് എന്ന് തോന്നുന്നു. യെസ്, ദിസ് ഈസ് ലിറ്റിൽ ചൗക്ക്. അതെ, ഇത് തന്നെയാണ്. ഇപ്പോഴേക്കും സൂര്യൻ ഏകദേശം പൊങ്ങി മുകളിൽ വന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ട് ലൈറ്റിംഗ് അല്പം കൂടെ കറക്റ്റായിട്ടുണ്ട്. വാവ്,
അയ്യോ ലൈറ്റില്ല നോക്ക്. ലിറ്റിൽ ചൗക്കും കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകുന്നത് ഓൺട്രി ഹിൽസിലേക്കാണ്. ഓൺട്രി ഹിൽസിലേക്ക് ഇവിടെ നിന്ന് എഗെയിൻ ഒരു 1.5 കിലോമീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അൻപോയിനാണോ? അത്രയും പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ലെപ്പേർഡ് കേവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോകാനാണ് പ്ലാൻ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കണം. അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം, ചെക്കൗട്ട് ചെയ്യണം. അടുത്ത സിസിൽ എന്ന് പറയുന്ന വേറൊരു റിസോർട്ടിലാണ് റൂം എടുത്തിരിക്കുന്നത്. അത് ഈ മദീനയിലെ ടോയ് ട്രെയിനിന് അടുത്താണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് ആക്ച്വലി ഞാൻ റിയൽ ട്രക്കിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ട്രെയിലറാണ്. റിയൽ ട്രക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടോയ് ട്രെയിൻ റൂട്ടുണ്ട് ഇവിടെ. ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ടോയ് ട്രെയിൻ ഓടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട്. എന്തായാലും ടോയ് ട്രെയിനിൽ കയറാനുള്ള പ്ലാനില്ല. ടോയ് ട്രെയിനിൽ കയറിയാലുള്ള പ്രോബ്ലം പെട്ടെന്ന് പോകും. ഇതാകുമ്പോൾ ടോയ് ട്രെയിൻ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അതാണ് ആക്ച്വൽ ട്രക്കിംഗ് പ്ലാൻ. അത് ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ രാവിലെ അത് സെറ്റാക്കും.